മഹാനായ അബൂബക്കർ മുസ്ലിയാർ അവരുടെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അല്ലേ, അങ്ങനല്ലേ ഹാജി എന്നാ വിളിക്കൽ തോന്നുന്നുണ്ട്. പണ്ഡിതനും കൂടിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. ആഖിറത്തിൽ അദ്ദേഹത്തിന്റെ ദർജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. അദ്ദേഹത്തിന് നല്ലവരായ ആൺമക്കൾ കുറേ ഉണ്ട്. അതൊരു വലിയ ഭാഗ്യമാണത്. അതിൽപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ ഖാദിയായ അബൂബക്കർ മുസ്ലിയാർ. നിങ്ങൾ കേട്ടില്ലേ, അടയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി എന്ന് പറയുന്നൊരു വലിയ മഹാനുണ്ടായിരുന്നു. കർണാടകയിലെ മംഗലാപുരത്തിൽ നിന്ന് 10-25 കിലോമീറ്റർ അപ്പുറം പോയാലുള്ള സ്ഥലമാണ് ഈ അടയാർ കണ്ണൂർ. ഇവിടുത്തെ കത്തുകാരനൊക്കെ അടയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി ആ ലെവലിലാണ്. ഷെഫിനാബിന്റെ അടുത്തേക്ക് വരാറുണ്ട്. അടയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അവരുടെ മകനാണ് ഇപ്പൊ പ്രസംഗിച്ചു അബൂബക്കർ ഹാജി ഇസ്മായിൽ ഹാജി. അവരൊക്കെ ഹാജി ഹാജി എന്നാ വിളിക്കാം. അവരുടെ വേറൊരു മകനാണ് ചെറുപ്പക്കാരനായ ഇപ്പൊ നമ്മളെ വഹബിയയിൽ നിന്ന് അടുത്ത കാലത്ത് തന്നെ കുറെ കൊല്ലയിക്കണ് ഹാഷിം ഹംസ. നമ്മളെ ഹാഷിം ഹംസ വഹബിയിൽ നിന്നാണ്. ഒരൊപ്പ വന്ന് ജാക്സൺ തന്നെ ബാപ്പിമാനുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാലോ അടയാർ കണ്ണൂർ ചെറിയ ആളാണ്. ഒരു സംഘമായിട്ട് വരുന്നതിന്റെ അർത്ഥം, ഒരു സംഘമായിട്ട് വരും അറിയില്ല. അതിന്റെ അർത്ഥമാണ് ഒരു സംഘമായിട്ട് വരാൻ മാത്രമല്ല അങ്ങനെ ജോക്ക് മൂല്യമാണ്. ആ അടയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി എന്നാൾ നല്ല വാഴകളാണ്, വലിയ വാഴ, പരലോകപരമായ വാഴ, നല്ല ഉറുതി, ഫലം കിട്ടുന്ന ഉറുതി. ആ ഉറുതിയുടെ പേരിൽ തന്നെ വിശ്വാസികളും മൂമിനികളും അദ്ദേഹത്തെ ആദരിക്കും, അദ്ദേഹത്തെ പുകഴ്ത്തും. അപ്പൊ അതിന്റെ ചെറിയ വാക്കുകൾ, അതിന്റെ ചെറിയൊരു ശേഷിപ്പ് ഇവര് മക്കളിലുണ്ട് നമുക്ക് മനസ്സിലായല്ലോ. ലേശം വളരെ കഷ്ടപ്പെട്ടിട്ട് ലേശം പറഞ്ഞാലും ഈ സദസ്സിനെ ഒരു കാണില്ലേ. എല്ലാവരും പരിചയമുള്ളതൊന്നും അല്ലല്ലോ. പരിചയമില്ലാത്ത മൂല്യന്മാർക്ക് മുന്നിൽ എന്താ ആകാമോ എങ്ങനെയാകാമോ എന്നുള്ള ആശങ്കകളൊന്നും ഇല്ലാതെ നമ്മളോട് പങ്കുവെച്ചു. അവർക്ക് ശൈഖുനായി അറിയാവുന്ന പാപം നമുക്കത് നല്ല ബോധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധം ദീനിന്റെ കാര്യങ്ങളും ദീനിന്റെ മഹത്തുക്കളെയും പരിചയപ്പെടുത്താനുമുള്ള പിതാവിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള ആ സിദ്ധിയും ശേഷിയും അവർക്ക് എന്നും നിലനിർത്തുമാറാവട്ടെ. അതിലൊക്കെ ലേശം സംസാരിക്കാറ് എന്നവരാണ്. അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെയും അങ്ങനെയുള്ള പ്രഗത്ഭരൊക്കെയും ಅಡ್ಯಾರ್ ಕಣ್ಣೂರು ಮುಹಮ್ಮದ್ ಹಾಜಿ ನಮ್ಗೆ ಗೊತ್ತಿದೆ. ಅಡ್ಯಾರ್ ಕಣ್ಣೂರು ಮುಹಮ್ಮದ್ ಹಾಜಿ ಉಸ್ತಾದ್ ಅಂದರೆ ಒಂದು ಕಾಲದಲ್ಲಿ ಅಧಿಕ ಉಲಮಾಗಳು ನಮ್ಮ ನಾಡಿನಲ್ಲಿಲ್ಲದಂತಹ ಒಂದು ಕಾಲದಲ್ಲಿ ನಿಸ್ವಾರ್ಥರಾದ ತನ್ನ ಜ್ಞಾನದೊಂದಿಗೆ ನಾಡಿನ ಉದ್ದಗಲಕ್ಕೂ ತನ್ನ ಭಾಷಣಗಳ ಮೂಲಕ, ವಾದುಗಳ ಮೂಲಕ, ನಸೀಹತ್ತುಗಳ ಮೂಲಕ ನಮ್ಮ ನಾಡಿನಲ್ಲಿ ಅತ್ಯಂತ ದೊಡ್ಡ ಧಾರ್ಮಿಕವಾದ ಜಾಗರಣಕ್ಕೆ, ನವೋತ್ಥಾನಕ್ಕೆ ನೇತೃತ್ವವನ್ನು ಕೊಟ್ಟಂತಹ ಈ ನಾಡಿನ ಒಬ್ಬ ಹೆಮ್ಮೆಯ ಒಬ್ಬ ಮನುಷ್ಯರಾಗಿದ್ದರು, ಆಲಿಮಾಗಿದ್ದರು ಮರ್ಹೂಮ್ ಅಡ್ಯಾರ್ ಕಣ್ಣೂರು ಮುಹಮ್ಮದ್ ಹಾಜಿ. ತಾಜುಲ್ ಉಲಮಾ ಸಯ್ಯದ್ ಅಬ್ದುರ್ ರಹಮಾನ್ ಅಲ್ ಬುಖಾರಿ ಅವರ ಶಿಷ್ಯತ್ವವನ್ನು ಸ್ವೀಕಾರ ಮಾಡುವುದಕ್ಕಾಗಿ, ಅವರ ದರ್ಶನಲ್ಲಿ ಕಲಿಯುವುದಕ್ಕಾಗಿ ಉಳ್ಳಾಳದಲ್ಲಿ ಮನೆಯನ್ನ ಬಾಡಿಗೆಗೆ ಪಡೆದುಕೊಂಡು ವಾಸ ಮಾಡಿ ತಾಜುಲ್ ಉಲಮಾರವರ ಬಳಿ ಕಲಿತುಕೊಂಡು ಆ ಪವಿತ್ರವಾದಂತಹ ಜ್ಞಾನವನ್ನ ಊರ ಉದ್ದಗಲಕ್ಕೂ ಹರಡುವ ಸಲುವಾಗಿ ನಮ್ಮ ಊರುಗಳಲ್ಲಿ ಹಳೆಯ ಕಾಲಗಳಲ್ಲಿ ಅಡ್ಯಾರ್ ಕಣ್ಣೂರು ಮುಹಮ್ಮದ್ ಹಾಜಿ ಉಸ್ತಾದ್ ಅವರ ವಾಳುಗಳನ್ನು ಕೇಳದಂತಹ ಹಿರಿಯ ತಲೆಮಾರುಗಳನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അഹദിന്റേരിലയാലെ കേലിമീ ഗന്ധമുത്ത് അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി സത്ത്. കരമത്തിൻ പുകള് കരളശ തളിര്, കരമത്തിൻ പുകള് കരളശ തളിര്. അഹദിന്റെ സവിധം അനുഗ്രഹ സഗതം പൂത്ത് വിരിഞ്ഞൊരു പൂക്കമറ്.